നമ്മുടെ ജീരകം നമ്മൾ പൊടിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജീരകം വറുക്കണത്. അപ്പോൾ അത് ജീരകം മിക്സിയിലിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കൽക്കണ്ട്, ചെറിയ കൽക്കണ്ടാണ് ഇതിൽ ചേർക്കുന്നത്. അതാ കുറച്ച് കൽക്കണ്ട് ഇതിലേക്കിട്ട് നമുക്ക് പൊടിപ്പിക്കാം. അല്ല പൊടിക്കാം, പൊടിപ്പിക്കുകയല്ല പൊടിക്കാം. പൊടിച്ച് എടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൊടി നല്ല പൊടിയായിട്ട് കിട്ടും. ഇതാ, പക്ഷെ അത് കുറച്ചുകൂടെ പൊടിയാണ്ട്. ഇതാണ് നമ്മുടെ ജീരകപ്പൊടി. കണ്ട, നല്ല പൊടിയായിട്ടുള്ളതാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും. ജീരകത്തിൻ്റെ അതായത് നമ്മൾ ജീരകം സാധാരണ പച്ച ജീരകം കഴിക്കുമ്പോൾ ഒരു കശർപ്പുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. കാരണം പാലിൽ വേവിച്ചതായതുകൊണ്ട് 3 ദിവസം നമ്മൾ പാലിൽ വേവിക്കണം. ചിലരൊക്കെ ഒറ്റ ദിവസം വേവിച്ച് പുഴുങ്ങി അത് നല്ല കണക്ക് വെന്ത് വരുമ്പോൾ ഉണക്കും. പക്ഷേ എന്നാൽ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 ദിവസവും പാലിൽ വേവിച്ചിട്ട് തന്നെ ഉണക്കണം. എന്നാൽ മാത്രമേ ആ പാലിൻ്റെ നെയ്യുടെ ഒരു ടേസ്റ്റ് കിട്ടും. ആ പാലിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇതിൻ്റെ കയ്പ്പൊക്കെ മാറിക്കിട്ടും. ജീരകത്തിനൊരു കയ്പ്പുണ്ട്, അത് മാറിക്കിട്ടും. നല്ല ടേസ്റ്റാണ്. പാലുൽപാദനത്തിന് നല്ലൊരു മരുന്നാണ്. അപ്പം അമ്മമാർക്ക് പാലില്ല, പാലൂട്ടുന്ന അമ്മമാർക്ക് പാലില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കേണ്ട. ഇത് തന്നെ ചെയ്താൽ മതി, നല്ല പാലുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മൾ ജീരകപ്പൊടി പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഈ കളറായി. നല്ലോണം പൊടിച്ചതാണ്. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ജീരകത്തിൻ്റെ ഒന്നും അങ്ങനെ ഒരു കശർപ്പോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എല്ലാവർക്കും കഴിക്കാം. പാലുൽപാദനത്തിന് പ്രസവിച്ച അമ്മമാർ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അവർക്ക് പാൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ പാൽ കുറവാണ്, പ്രസവിച്ചിട്ട് കുട്ടികൾക്ക് പാലില്ല എന്ന് പറഞ്ഞിട്ട് പൊടിയൊക്കെ വാങ്ങി കലക്കി കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രസവിച്ച് 3 ദിവസം വരെ അമ്മമാർക്ക് പാൽ കുറവായിരിക്കും. സിസേറിയൻകാർക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ടേ പാലുൽപാദനം കൂടത്തുള്ളൂ. സാധാ നോർമൽ പ്രസവക്കാർക്ക് 3ൻ്റെ അന്ന് പാലുണ്ടാവും. പക്ഷേ കൂടുതൽ പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ആരായാലും, കാരണം പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല പാലുൽപാദനം ഉണ്ടാവും. ശരീരത്തിന് ചൂടുണ്ടാവും, മരുന്നിൻ്റെയൊക്കെ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടൊക്കെ മാറി ശരീരം നല്ല തണുക്കും. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.